ഒരിക്കൽ അർജുനൻ ദ്വാരകയിൽ ശ്രീകൃഷ്ണന്റെ സമീപത്തിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ മുറവിളി കൂട്ടിക്കൊണ്ട് അവിടെ വന്നു. ആ ബ്രാഹ്മണന്റെ കുട്ടി ജനന സമയത്തു തന്നെ മരിച്ചുപോയി. മുൻപ് ജനിച്ച കുട്ടികൾക്കും ഇതുതന്നെയാണ് സംഭവിച്ചത്. ബ്രാഹ്മണന്റെ സങ്കടം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറവിളി കേട്ടിട്ടും ആരും സമാധാനമൊന്നും പറഞ്ഞില്ല. അർജുനനാവട്ടെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അടുത്തതായി അങ്ങേക്ക് ജനിക്കുന്ന ശിശുവിനെ ഞാൻ രക്ഷിച്ചു തരാം. സമാധാനമായി പോവുക. അതിന് സാധ്യമാവാതെ വന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ആത്മത്യാഗം ചെയ്യുന്നതാണെന്ന് ശപഥവും ചെയ്തു. ബ്രാഹ്മണൻ സമാധാനത്തോടു കൂടി പോയി. ബ്രാഹ്മണിയുടെ അടുത്ത പ്രസവാരംഭം തന്നെ ബ്രാഹ്മണൻ വന്ന് അർജുനനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അർജുനൻ പ്രസവത്തിനായി ഒരുക്കിയിരുന്ന മന്ദിരം ശരകൂടത്താൽ സുരക്ഷിതമാക്കി തീർത്തു. എങ്കിലും ജനനത്തോടെ ശിശു മരിച്ചു എന്നു മാത്രമല്ല, ജനന സമയത്തു തന്നെ ശവശരീരം അപ്രത്യക്ഷമാവുകയും ചെയ്തു. നാണം കെട്ടുനിന്ന അർജുനനെ നോക്കി ബ്രാഹ്മണൻ ശകാരങ്ങൾ വർഷിച്ചു. അപഹാസ്യനായ അർജുനൻ ആഴികൂട്ടി അതിൽ ചാടുവാൻ തുടങ്ങവേ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനെ തടഞ്ഞു. രണ്ടുപേരും കൂടി ബ്രാഹ്മണ ശിശുക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിഷ്ണു ലോകത്തെത്തി മഹാവിഷ്ണുവിനെ വണങ്ങി കുശല പ്രശ്നങ്ങൾ ചെയ്ത് വിവരം ഗ്രഹിപ്പിച്ചു. ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണാർജുനന്മാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ നരനാരായണന്മാരെ, നിങ്ങളെ രണ്ടുപേരെയും കണ്ട് സംതൃപ്തനാവുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് ബ്രാഹ്മണൻ്റെ ബാലന്മാരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ശിശുക്കളെയും കൊണ്ട് വേഗം തിരിച്ചു പോവുക. അങ്ങനെ അർജുനനും ശ്രീകൃഷ്ണനും കൂടി ശിശുക്കളെയും കൊണ്ട് ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ബ്രാഹ്മണനും ബ്രാഹ്മണൻ്റെ ഭാര്യയും അളവറ്റ സന്തോഷമുണ്ടായി.